കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ ഈ നിമിഷം ഓർപ്പിക്കട്ടെ. മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 17-ാമത് വാക്യം. എങ്കിലും അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു, വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ ഇടറിപ്പോകുന്നു. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇവിടെ നമുക്ക് മർക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് വിതയ്ക്കാൻ അവൻ പടകിൽ കയറി കടലിലിരുന്ന് പുരുഷാരമൊക്കെയും കടലിലരികെ കരയിലായിരുന്നു. അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞത് കേൾക്കുവിൻ, വിതയ്ക്കുന്നവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. ആ ഒരു ഭാഗമാണ്, ഉപമയാണിത്. യേശു കർത്താവ് പറയുകയാണ്, ചിലത് എന്ത് ചെയ്തു? വഴിയരികിൽ വീണു, ചിലത് പാറസ്ഥലത്ത് വീണു, ചിലത് മുള്ളിനിടയിൽ വീണു, ചിലത് നല്ല മണ്ണിൽ വീണു. അപ്പോൾ ഈ 4 ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ചിലത് വഴിയരികിൽ, ചിലത് പാറസ്ഥലത്ത്, ചിലത് മുള്ളിനിടയിൽ, ചിലത് നല്ല മണ്ണിൽ വീണു. ഇതിൽ നമ്മൾ ഇവിടെ 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് പാറസ്ഥലത്ത് വീണ വിത്തിൻ്റെ ഒരു വിശദീകരണമാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: പാറസ്ഥലത്ത് വീണ വിതച്ച വചനം കേട്ട ഉടനെ സന്തോഷത്തോടെ കൈക്കൊള്ളും. അതാണ് പാറയുടെ ഒരു പ്രത്യേകത. ഏത് വിതയും പാറയുടെ പുറത്ത് വീണ് കഴിഞ്ഞാൽ അത് മുളച്ചു വരും, സന്തോഷത്തോടെ അത് കൈക്കൊള്ളും. പക്ഷേ അങ്ങനെയുള്ള സ്ഥലം വേരില്ലാത്തതാണ്. പാറയായതുകൊണ്ട് തന്നെ അതിനകത്ത് മണ്ണില്ലാത്തത് കൊണ്ട് ഈ വിത്തുകൾ ഒരിക്കലും മുളച്ചു വരുമെങ്കിലും വേരതിൻ്റെ താഴോട്ടം തീയത്തില്ല, ഇറങ്ങത്തില്ല. അങ്ങനെ വരുന്ന സമയത്ത് അത് മുളച്ചു വരുന്നത് സന്തോഷത്തോടെ കൈക്കൊള്ളുന്നു എങ്കിൽ പോലും അതെന്ത് ചെയ്യത്തില്ല, അതൊരു ഫലകരമായ അവസ്ഥയിലേക്ക് വരത്തില്ലെന്നുള്ളതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അതാണ് ഇവിടെ പറയുന്നത്, അവർ ഉള്ളിൽ വേരില്ലാതെ ക്ഷണികന്മാരാകുന്നു. അപ്പം വേരില്ലാത്ത വൃക്ഷം പോലെയാണ്, ഉറപ്പില്ലാത്തവർ. അതിന് കാരണം പറയുന്നൊരു കാര്യം, വചനം നിമിത്തം ഉപദ്രവമോ പീഡയോ ഉണ്ടായാൽ ക്ഷണത്തിൽ എന്ത് ചെയ്യും? ഇടറിപ്പോകും. അപ്പോൾ വചനം കേൾക്ക് സന്തോഷത്തോടെ കൈക്കൊള്ളുക, പക്ഷെ അതിൽ പ്രതി കഷ്ടതയോ ഞെരുക്കമോ ബുദ്ധിമുട്ടോ ക്രിസ്തീയ ജീവിതത്തിൽ കടന്നു വന്നാൽ അതിനെ പ്രതി അവരെന്ത് ചെയ്യും? കർത്താവിനെ തള്ളിപ്പറയുകയും ഇല്ലെങ്കിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്ന അനേകരെ നമുക്ക് കാണുവാൻ കഴിയുന്നു. എൻ്റെ അർത്ഥം എന്തുവാ? ക്ഷണികന്മാരായതുകൊണ്ടാണ്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്, നമ്മൾ വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായിരിക്കണം, അസ്ഥിരതയുള്ളവരാകരുത്. വേദപുസ്തകം അത് തന്നെയാണ് കൃത്യമായി പഠിപ്പിക്കുന്നത്. എന്തുവാ? ഇരുമനസ്സുള്ള മനുഷ്യൻ സകല വഴിയിലും അവൻ അസ്ഥിരനെന്ന് പഠിപ്പിക്കുന്നു. അപ്പോൾ ക്ഷണികന്മാരാകരുത്. നല്ല മണ്ണിനിടയിൽ വീണ വിത്തുപോലെ അത് 30, 60, 100 മേനി ഫലം തരുന്ന സ്തോത്രം ഒരു വിത്തായി മാറണമെങ്കിൽ വിത്ത് മണ്ണിനിടയിൽ തന്നെ വീഴണം. പാറയെന്ന സ്ഥലത്ത് വീഴരുതേ. അങ്ങനെയുള്ള തലങ്ങളെ സ്തോത്രം മാറ്റുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കട്ടെ. ആ ക്ഷണികതകൾ നമ്മുടെ ജീവിതത്തെ വിട്ട് മാറട്ടെ. കഷ്ടത വന്നാൽ, പ്രയാസം വന്നാൽ, ബുദ്ധിമുട്ട് വന്നാൽ, തിരുവചനത്തിൻ്റെ ശക്തിയോ ആത്മാവിൻ്റെ അഭിഷേകമോ വിശ്വാസ ജീവിതത്തിൻ്റെ ആഴമോ നമ്മളിൽ നിന്ന് ചോർന്നു പോകാതെ ദൈവകൃപയിൽ നമ്മൾ നിലനിൽക്കാൻ തയ്യാറായാൽ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട് വരും. അതുകൊണ്ട് ആ റോമലേഖനമൊക്കെ നമ്മൾ വായിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, കഷ്ടത വരട്ടെ, ഞെരുക്കം വരട്ടെ, ബുദ്ധിമുട്ട് വരട്ടെ, വാള് വരട്ടെ, നഗ്നത, എന്തു വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇവയൊന്നിനും ഞങ്ങളെ വേർതിരിപ്പാൻ കഴിയത്തില്ല എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അപ്പോൾ ക്ഷണികന്മാരാകാതെ നല്ല നിലത്ത് വീണ സ്തോത്രം വിത്തായി മാറുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ ദൈവത്തിൻ്റെ പാതവിടെ ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് ഇടവരുത്തിയ ദൈവത്തിൻ്റെ മഹാകരുണയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തന്നെ ഞങ്ങൾക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും. മഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.